നമസ്കാരം. പിണറായിക്ക് പണി കൊടുത്ത് ബെഹ്റയുടെ പോലീസ്. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. പിണറായിയുടെ പോലീസിന് ഭ്രാന്ത് പിടിച്ചെന്നു വേണം കരുതാൻ. മകൻ നഷ്ടപ്പെട്ട ഒരമ്മ പോലീസ് ആസ്ഥാനത്ത് വന്ന് സമരം ചെയ്താൽ അവരെ കൂട്ടിക്കൊണ്ടുപോയി പരാതി വാങ്ങുന്നതിന് പകരം ബലപ്രയോഗം നടത്തുകയും വലിച്ചിഴയ്ക്കുകയും ചെയ്യുന്ന പോലീസിനും ഭരണ നേതൃത്വത്തിനും സാമാന്യ ബുദ്ധി നഷ്ടമായോ? പോലീസ് വിവേകശൂന്യമായാണ് പെരുമാറിയതെന്ന് ഈ സർക്കാരിനെ അധികാരത്തിലേറ്റാൻ വോട്ട് ചെയ്തവർ പോലും ചിന്തിക്കുന്നു. ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ 60ാം വാർഷികം ആഘോഷിക്കുന്ന ദിവസം തന്നെയാണ് ഒരമ്മയുടെ കണ്ണീർ വീണതും. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം. മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. സ്മരണകുടീരങ്ങൾ പെരുകുമ്പോൾ, പുത്രൻ ബലി വഴിയേ പോകുമ്പോൾ, മാതൃവിലാപത്താരാട്ടിൽ മിഴിപൂട്ടി മയങ്ങും ബാല്യം കണ്ണിൽ പെരുമഴയായി പെയ്തൊഴിവതു കാണാം. സ്മരണകുടീരങ്ങൾ പെരുകുമ്പോൾ, പുത്രൻ ബലി വഴിയേ പോകുമ്പോൾ, മാതൃവിലാപത്താരാട്ടിൽ മിഴിപൂട്ടി മയങ്ങും ബാല്യം കണ്ണിൽ പെരുമഴയായി പെയ്തൊഴിവതു കാണാം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. 90 ദിവസമായിട്ടും ഒരാളെ പോലും അറസ്റ്റ് ചെയ്യില്ല. ഞങ്ങൾ സമരം പറയുമ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്യുക. അങ്ങനെയാണ് ഇന്നലെ ഞങ്ങൾ പുറപ്പെട്ട ശേഷം കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തു. എത്ര മാന്യമായിട്ടാണ് പെരുമാറിയത് കൃഷ്ണദാസിനോട്. കോടികളുള്ള കൃഷ്ണദാസിനെ പോലീസ് സ്റ്റേഷനിൽ നല്ല കുഷ്യൻ സീറ്റിൽ ഇരുത്തിക്കൊണ്ട് വളരെ നന്നായി പെരുമാറി, നന്നായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തെ 1 മണിക്കൂറിനകം വിട്ടയച്ചു. തറയിലൊരിലയിലൊരൽപ്പം ചോരയിൽ പൂനനുറും വിരതേടൽ കാണാം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ചോരത്തുള്ളികളാണ് കൃഷ്ണദാസിൻ്റെ കോളേജിന് മുറിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. അവൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി, ഈ നാടിന് വേണ്ടിയിട്ട്, വിദ്യാർത്ഥികളുടെ അവകാശത്തിന് വേണ്ടി ശബ്ദിച്ചു എന്നതുകൊണ്ടാണ് ഞങ്ങൾ ജിഷ്ണുവിനെ കൊന്ന് കെട്ടിത്തൂക്കിയത്. ആത്മഹത്യയല്ല. ഞങ്ങൾ ഇപ്പോഴും പറയുകയാണ്, ഞങ്ങളെ കുഞ്ഞ് ആത്മഹത്യയില്ല. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. ഒരു കൊടിയില്ല, ഒരു മുദ്രാവാക്യമില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയില്ല. ഞങ്ങൾക്ക് നീതിക്ക് വേണ്ടിയിട്ട് ജിഷ്ണുവിൻ്റെ കുടുംബം നടത്തിയ സമരമാണ്. ഞങ്ങൾ DGPയുടെ അടുത്തേക്ക് പോയിട്ട് ഞങ്ങളുടെ നിലപാട് പറയും. പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നത് വരെ ഞങ്ങൾ തിരുവനന്തപുരത്ത് നിങ്ങളുടെ ഓഫീസിന് മുന്നിലുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ അവിടെ എത്തിയിട്ടുള്ളത്. ആ സമയത്താണ് ഞങ്ങളോട് അവിടുത്തെ മ്യൂസിയം CI നല്ല രീതിയിൽ സംസാരിക്കുകയായിരുന്നു. 6 പേരെ കാണാൻ അനുവദിക്കും എന്നുള്ള രീതിയിലേക്കും മറ്റുള്ളവരെ ഇവിടെ തടയുമെന്നൊക്കെ അദ്ദേഹം പറയുന്നതിനിടയിലാണ് മ്യൂസിയം SI ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേരെനിക്കറിയില്ല, അദ്ദേഹം എന്നെ പിടിച്ചു തള്ളുകയും മാധ്യമങ്ങൾ കാണാതെ ഉള്ളിൽ കൂടി എൻ്റെ വയറിനെ ചവിട്ടുകയും എന്നെ തള്ളിയിടുകയും ചെയ്ത ശേഷം എന്നെ പിടിച്ചുകൊണ്ടുവന്ന് തടഞ്ഞ മഹിജേച്ചിയെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിട്ടുള്ളത്. പിണറായിയുടെ ഭരണത്തിൽ നിരന്തരം പോലീസ് വീഴ്ചയെക്കുറിച്ചാണ് മുഖ്യമന്ത്രി ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാർട്ടിക്കാർ പോലും പോലീസ് ഭരണത്തിൽ അതൃപ്തരാണ്. തെറ്റുതിരുത്തും എന്ന് യെച്ചൂരി തന്നെ ഇവിടെ വന്നു പറഞ്ഞ ശേഷവും പോലീസിന് തെറ്റുപറ്റുകയാണ്. ഹലോ കൃഷ്ണ, ഗംഗേടാ ആ ഒന്നുമില്ല, വെറുതെ വിളി. ഒരു പണിവാളിയെ പോലെ തോന്നണ്ടാ, ഒരു പിടുത്തൂല ആരെയൊന്നും. പിന്നെ വേറെന്തുണ്ടാ? ഒന്നുമില്ല, ചുമ്മാ വിളിച്ചാണ്, അതിനെ വിളിക്കണം തോന്നുന്നു വിളിച്ചതാണ്. ഇതുപോലെയുള്ള വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ പോലീസ് തികഞ്ഞ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒരു ചെറിയ സംഭവം പോലും
സർക്കാരിൻ്റെ പ്രതിച്ഛായയെ പ്രതികൂലമായി ബാധിക്കുന്ന ഇന്നത്തെ കാലത്ത് മാധ്യമങ്ങളുടെ സജീവമായ സാന്നിധ്യം ഉള്ള സന്ദർഭത്തിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരം നടപടികൾ ഉണ്ടാകരുത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇനിയിപ്പോൾ കരഞ്ഞാൽ മതിയല്ലോ, നാണമില്ലാത്തവൻ. അയാളെ വീഴ്ത്താൻ ഞാൻ പോയാലേ ശരിയാവുള്ളൂ, വേറെ ആരും പോകണ്ട. എന്തൊരു ബഹളമായിരുന്നു. ഇപ്പൊ എന്തായടാ? അയാളെയും വീഴ്ത്തി, വഴിയെ പോയവരെയും വീഴ്ത്തി, നീയും വീണ് വയറും കയറിയപ്പോ സമാധാനമായല്ലോ. മരണപ്പെട്ട ഏതൊരാളുടെ കുടുംബത്തിനും ഇത്തരത്തിലുള്ള വികാരങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുക സ്വാഭാവികം മാത്രമാണ്. തങ്ങൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് വരുമ്പോൾ അതിൻ്റെ പ്രതിഷേധം ഉണ്ടാകും. അവിടെ പോലീസ് ആദ്യം ഇത് കൈകാര്യം ചെയ്തതിനകത്ത് വീഴ്ചയുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് അത് പരിശോധിച്ച് ശക്തമായ നടപടികൾ സ്വീകരിക്കുന്ന നില തന്നെ ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് സ്വീകരിച്ചിട്ടുണ്ട്. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു? കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. ഉത്തമ, നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത്, അതും ഇന്നത്തെ ചുറ്റുപാടിൽ. ആ കാര്യത്തിൽ പോലീസ് നടത്തിയിട്ടുള്ള നടപടിയിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യം ഗവൺമെന്റ് പ്രത്യേകം പരിശോധിക്കേണ്ടതാണ്. SFI പ്രവർത്തകൻ കൂടിയായിരുന്ന ജിഷ്ണുവിൻ്റെ മരണം സംബന്ധിച്ച അന്വേഷണത്തിൽ ആ കുടുംബത്തിൻ്റെ ആശങ്ക തീർക്കും വിധം പെരുമാറേണ്ട ഭരണ നേതൃത്വം പോലീസിനെ ന്യായീകരിക്കുകയാണ്. ഒരു വിദ്യാർത്ഥിയുടെ മരണത്തിന് ഉത്തരവാദിയായവർ ഉന്നതമായ നീതിപീഠത്തെപ്പോലും സമീപിച്ച് മുൻകൂർ ജാമ്യം നേടുമ്പോൾ തോൽക്കുന്നത് നീതിയാണ്. അതിൽ പരാതി പറയാൻ വരുന്നവരെ വലിച്ചിഴച്ചാണ് പോലീസും നീതി നൽകുന്നത്. കേസിന്റെ സങ്കീർണത ഞാൻ മനസ്സിലാക്കാനായിട്ടല്ല, ഒരാളെങ്കിലും അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ അസംബ്ലിയിൽ എനിക്ക് പിടിച്ചു നിൽക്കാമായിരുന്നു. വ്യക്തമായ കെണികൾ ഒരുക്കാതെ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. നിങ്ങൾ കെണി ഒരുക്കി വരുമ്പോഴേക്കും മന്ത്രിസഭ താഴെ പോകും. മിസ്റ്റർ വർമ്മ, 5-6 പേരെ സംശയമുണ്ട്, 1-2 പേരെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പത്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ പിന്നെ എന്ത് കേസന്വേഷണം? 6 പേര് ഇവര് കുടുംബാംഗങ്ങളുണ്ട്. ആ കുടുംബാംഗങ്ങൾ കൂടി അവരെ കാണാൻ പോകാനാണ് തീരുമാനിച്ചത്. ഇവർ വരുന്നതനുസരിച്ച് കൂടിയ കുറച്ച് ആൾക്കാരുണ്ട്. BJPയുടെ ആൾക്കാരുണ്ടായി, SUCIയുടെ ആളുണ്ടായി, പിന്നെ ഏതാ പണ്ട് തോക്കുസ്വാമി എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ആളുകൾ. ഇവരെല്ലാം കൂടി തള്ളിക്കയറാൻ വേണ്ടി സ്വാഭാവികമായിട്ടും അത് പാടില്ല എന്ന് പോലീസ് പറഞ്ഞു. ഇതാണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഒരുത്തൻ അപകടം പറ്റി ആസ്പത്രി കിടക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയല്, മനസ്സിലായോ? ഓ, ഇനി ഇത് ആവർത്തിക്കരുത്. ആരും കണ്ടിട്ടില്ല, ദയവേദി ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത്. എനിക്കത് ക്ഷീണ. കമോൺ. പുറമെ നിന്നു വന്നവർ അലം ഉണ്ടാക്കിയെന്നും ബാഹ്യ ഇടപെടൽ ഉണ്ടായി എന്നുമാണ് പോലീസ് ഭാഷ്യം. പോലീസ് ആസ്ഥാനത്തിനു മുന്നിൽ കൂട്ടം കൂടിക്കൂടുന്ന സാങ്കേതികത്വം മാറ്റിവെച്ച് ആ അമ്മയോട് മനുഷ്യത്വം കാട്ടിയാൽ തീരുന്ന പ്രശ്നമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. മുതലെടുപ്പിന് ബാഹ്യശക്തികൾക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കാതിരുന്നാൽ പോരായിരുന്നു. ഞങ്ങളെ താഴെയിറക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ ഗൂഢാലോചനയ്ക്ക് നിങ്ങളൊക്കെ കൂട്ടുനിൽക്കാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ കേസുകളൊക്കെ തെളിയിച്ചാലും ഇല്ലെങ്കിലും 5 വർഷം തികച്ചു ഞങ്ങൾ ഭരിക്കും. So they want to come and discuss certain matters about the case. That is to be the first target. In the meantime, this became a collateral issue. I say this should not have happened. But what has happened? In what circumstances it has happened? അതൊന്നും നമ്മുടെ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പ്രതിപക്ഷം ജനങ്ങളെ ആകെ ഇളക്കി മറിക്കുകയാണ്. ആഭ്യന്തരമന്ത്രി രാജിവെക്കണം. മന്ത്രി രാജിവെച്ചാൽ ഇവിടെ ക്രമസമാധാനം വരൂ. കുറ്റവാളികളെ പിടികിട്ടാതെ ഞാൻ എന്ത് ചെയ്യും? ആ സംഭവത്തെ സംബന്ധിച്ച് എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് പരിശോധിക്കാൻ IG മനോജ് എബ്രഹാമിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ അന്വേഷണം നടക്കട്ടെ. ഡിപ്പാർട്ട്മെന്റിന്റെ കീഴ്വഴക്കങ്ങളെ കാണാത്ത ഒരു പുതിയ ഐഡിയയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. പറയണം. 6 മാസങ്ങൾക്ക് മുമ്പുള്ള ചില പത്രവാർത്തകൾ സാറ് വായിച്ചു കാണും. ഇല്ല, മന്ത്രിയായ പിന്നെ ഞാൻ പത്രം അധികം വായിക്കാറില്ല. നമുക്കൊരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. ജിഷ്ണുവിന്റെ അമ്മ ഒരു കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ന് തന്നെ എല്ലാ ഈ TV ക്യാമറയുടെ മുമ്പിലാണ് ഉണ്ടായത്. അതെല്ലാം പരിശോധിച്ചിട്ട് ഇന്ന് തന്നെ അതിന്റെ ഒരു അന്വേഷണം വൈകിട്ട് വരെ നടത്തും. അത് യുക്തമായ നടപടിയാണ്. അല്ല, സാറിന്റെ പേരെന്താ? എന്താ നല്ല പേരാ? ടിൻഡു. ഇനി എനിക്കൊന്നും പറയാനില്ല. ഇടത് അനുഭാവികളായിട്ട് പോലും ആ അമ്മയെയും കുടുംബാംഗങ്ങളെയും അങ്ങോട്ട് പോയി കാണാൻ മുഖ്യന് സമയം കിട്ടിയില്ല. അവരെ സന്ദർശിക്കാൻ VS സമയം കണ്ടെത്തിയത് കൊണ്ടുള്ള ഈഗോ പ്രശ്നമാണോ എന്നറിയില്ല. ആ അമ്മയെ കാണാൻ ഇപ്പോഴും പിണറായി തയ്യാറല്ല. ഞാൻ കാണുന്നില്ല. തെറ്റുപറ്റിയെന്ന് തിരിച്ചറിഞ്ഞാൽ അത് അവനവനായാലും ശരി, പുത്രനായാലും ശരി, സത്യങ്ങൾ ഏറ്റു പറയണം സാർ. ജനങ്ങളോട്, സഖാക്കളോട്, പ്രസ്ഥാനത്തോട്. അതാണ് സാർ ലെഫ്റ്റിസ്റ്റ്, അതാണ് സാർ ലെനിനിസ്റ്റ്, അതാവണം സാർ കമ്മ്യൂണിസ്റ്റ്. DGP ലോക്നാഥ് ബെഹ്റയെ വിളിച്ച് VS
ശാസിച്ചതായാണ് അറിവ്. സർക്കാരിനെ നാറ്റിക്കാൻ തന്നെ ഇറങ്ങിയിരിക്കല്ലേ എന്ന് ചോദിച്ചാണ് VS ബെഹ്റയെ ഫയർ ചെയ്തത്. പൊതുഖജനാവിന് പണം മുടക്കി സർക്കാർ ഇതിങ്ങനെ ഇസ്ത്രീയിട്ട് സ്തംഭം കുത്തി തരുന്നത് ഇവരെ പോലെയുള്ള പട്ടിണി പാവങ്ങളെ നടിറോട്ടിലിട്ട് ചവിട്ടിപ്പിഴിഞ്ഞ് കുത്തിക്കവർച്ച നടത്താനല്ല, സംരക്ഷിക്കാൻ. ജനങ്ങളുടെ സ്വത്തും ജീവനും സ്വൈര ജീവിതവും സംരക്ഷിച്ച് പിടിക്കാൻ. അതാണ് പോലീസ്. അതാവണമടാ പോലീസ്. ജിഷ്ണുവിൻ്റെ അമ്മയുടെ വികാരവും വേദനയും ചിലർ രാഷ്ട്രീയ ആയുധമാക്കുന്നു എന്നാണ് CPMന്റെ പരാതി. പ്രതിപക്ഷ ധർമ്മം സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം ഏറ്റെടുക്കൽ തന്നെയാണല്ലോ. പോലീസ് ഭരണം ബുദ്ധിപരമായി നടത്താൻ പറ്റിയില്ലെങ്കിൽ പിഴവുകൾ ഇനിയും രാഷ്ട്രീയ ആയുധമാക്കപ്പെടും. ഹർത്താൽ വിരുദ്ധനായ KPCC പ്രസിഡന്റ് ഹസന്റെയും ഹർത്താൽ വിരുദ്ധ ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ച ചെന്നിത്തലയുടെയും നേതൃത്വത്തിൽ UDF ഹർത്താലിന് ആഹ്വാനവും ചെയ്തു. എന്ത് തന്നെയായാലും ഡെഡ് ബോഡി RDPക്ക് വിട്ടുകൊടുക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. മരിച്ച മനുഷ്യൻ INSPക്കാരനാണെന്ന് നമ്മൾ പറയുന്നു. KRP കാറിൽ ഒരു കറുപ്പ് കൊടി വാർത്തെ, അതിൽ കൊടി വേണ്ടേ? ഒരു കറുത്ത തുണി ആയാലും മതിയോ? കറുത്ത തുണി ഞാൻ പോക്കറ്റിട്ടുണ്ടെടുക്ക. KRP ആലോചിക്കാൻ ഇവിടെ സമയമല്ല. തൽക്കാലം ഇന്നലെ മേടിച്ചതാ. ഒരു അപകടം എടുത്തില്ല പൈസ എനിക്ക്. KRP ഒന്ന് ഉത്സാഹിക്ക്. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ മലപ്പുറത്തെ എൻ്റെ എല്ലാ പരിപാടികളും വെട്ടിച്ചുരുക്കി ഞാൻ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. വിഷ്ണു പ്രണായിയുടെ അമ്മയെ മെഡിക്കൽ കോളേജിൽ പോയി സന്ദർശിക്കാൻ വേണ്ടി നേരെ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. അവരോടെടുത്ത സമീപനം മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു സമീപനമായി പോയി. ഇത് മകൻ നഷ്ടപ്പെട്ടു പോയ ഒരു പിതാവിൻ്റെയും മാതാവിൻ്റെയും വേദന പ്രകടിപ്പിക്കാൻ ചെല്ലുന്നതാണ്. പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ മൃഗീയമായ മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നാളെ തിരുവനന്തപുരം ജില്ലയിൽ ഹർത്താൽ ആചരിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നു. പോലീസിനെതിരെയുള്ള പ്രതിഷേധം പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനയും ഏറ്റെടുത്തു. നെഹ്റു കോളേജിലും സ്വാശ്രയ കോളേജുകളിലും സമരം നടത്തിയ SFIക്ക് പോലീസിനെതിരെ സമരം ചെയ്യാൻ പറ്റാത്തതിനാൽ സമരം 5 വർഷത്തേക്ക് KSUവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. മുൻ 5 വർഷം വിശ്രമത്തിലായിരുന്ന KSUവിൻ്റെ സമരക്കാരെ IG പക്ഷേ കണ്ണുരുട്ടി പേടിപ്പിച്ചു. ഡിപ്പാർട്ട്മെന്റിനെ അപമാനിച്ചാരാണ്? പോലീസ് പുല്ലാണെന്ന് പറഞ്ഞാരാണ്? നിങ്ങളാണോ പോലീസ് പുല്ലാണെന്ന് പറഞ്ഞത്? നിങ്ങളാണോ പോലീസ് പുല്ലാണെന്ന് നമുക്ക് പിന്നീട് തല്ലാം. അപ്പൊ എനിക്ക് ടൈം ഉണ്ടാവില്ല. എനിക്ക് ഇപ്പൊ തല്ലണം. പോലീസ് ഞങ്ങൾ സാറിനോട് സംസാരിക്കാനാണ് ഞങ്ങൾ മനോജ് സാറിനോട് ഞങ്ങൾ സാറിനോട് സംസാരിക്കാനാണ്. ഞങ്ങൾ അക്രമത്തിനല്ല. പോലീസിന് പേടിയില്ലാത്തവന്മാര് ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ. കോട്ടപ്പള്ളി സുലൈമാനെ ഇടിച്ച് തറവെത്തിച്ച SI രാജേന്ദ്രനാണ് പറയുന്നത്. എല്ലാവന്മാരെയും അടുത്ത പ്രാവശ്യം വീണ്ടും ഞാൻ പാഠം പഠിപ്പിക്കും. തല്ലെനിക്ക് പുത്തരിയല്ല, എല്ലാറ്റിനെയും തല്ലും. വക്രദൃഷ്ടിയിൽ ഇനിയിടവേളയാണ്. മലപ്പുറത്ത് ഹർത്താലില്ല, പക്ഷേ പ്രതിഷേധമുണ്ട്. ആരുടെ എന്റെ അളിയന്റെ ദേഹത്ത് കൈവച്ചത്? ആരുടെ എന്റെ അളിയനെ തല്ലിയത്? നേരം പോരാ